കാമുകനൊപ്പം ഒളിച്ചോടിപ്പോയ ഭാര്യയെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് വെടിവെച്ചു കൊന്ന അവളുടെ ഭർത്താവ്. ഉത്തർപ്രദേശിലെ ഹർദോയിൽ അവിടെയാണ് ഈ സംഭവം. 36-കാരനായിട്ടുള്ള അനൂപാണ് ഭാര്യയെ കൊന്നത്. മരിച്ചത് 30 വയസ്സുള്ള സോണി. 5 ദിവസം മുമ്പാണ് ഭാര്യയെ കാണാനില്ല എന്ന് കാട്ടി അനൂപ് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകുന്നത്. ഭാര്യയെ കാണാതായതിനൊപ്പം 35,000 രൂപയും കുറച്ചേറെ സ്വർണ്ണാഭരണവും കാണാതായില്ല എന്ന് ആ പരാതിയിൽ അനൂപ് ഉന്നയിച്ചിരുന്നു. കാമുകനൊപ്പം പോയതാണ് ആ സോണി എന്ന ഭാര്യ എന്ന് പോലീസിന് വ്യക്തമായി. ഞായറാഴ്ച സോണി എന്ന സ്ത്രീയെ പോലീസ് കണ്ടെത്തുകയും ചെയ്തു. അവളെ കസ്റ്റഡിയിലെടുത്തു. തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാക്കാനുള്ള നടപടിക്രമങ്ങളുമായി നീങ്ങുകയായിരുന്നു പോലീസ് സംഘം. അങ്ങനെ രാവിലെ സ്റ്റേഷനിലെ പോലീസുകാർ നടപടിക്രമങ്ങളുമായി നീങ്ങുന്ന സമയത്ത് അനൂപ് ആ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. കോടതിയിലേക്ക് പോകും മുമ്പ് ഈ സോണിയയ്ക്ക് ഭക്ഷണം വാങ്ങി നൽകാനായി ഒരു വനിതാ പോലീസുകാരി പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ക്യാൻറ്റീനിലേക്ക് ഇവളെ കൊണ്ടുപോവുകയാണ്. ആ സമയം ആ തക്കത്തിൽ കാത്തുനിന്ന അനൂപ് അവളെ പിന്നിൽ നിന്ന് വെടിവെച്ചു. നിലത്ത് വീണ സോണിയ അവളെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിൽ പോലും മരണം സംഭവിച്ചു. വല്ലാതെ ബ്ലീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ രക്തം വാർന്നാണ് അവളുടെ മരണമെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. എന്താണെങ്കിലും ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും അവളുടെ മരണം സംഭവിച്ചിരുന്നു എന്നാണ് ഡോക്ടേഴ്സ് അറിയിച്ചത്. ഒരു സഹായം ഉണ്ടായിരുന്നു അനൂപിനൊപ്പം. രണ്ടുപേരും ഈ കൃത്യം നടത്തിയ ശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഈ രക്ഷപ്പെടാൻ ശ്രമിച്ച രണ്ടുപേരെയും പോലീസ് അവിടെ കീഴ്പ്പെടുത്തി. ആദ്യം ഈ വെടിയുതിർത്തതിന്റെ ശബ്ദവും അവിടുത്തെ കോലാഹലത്തിലും ആകെ ഒരു അങ്കലാപ്പായിരുന്നു. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ പ്രതികൾ രണ്ടുപേരെയും കീഴ്പ്പെടുത്താൻ പോലീസിന് കഴിഞ്ഞു. ആയുധം പിടിച്ചെടുക്കുകയും ചെയ്തു. उसी दौरान बातचीत के दौरान मेस के निकट में जो वादी मुकदमा अनूप है और महिला के पति हैं, उनके द्वारा महिला के ऊपर पीठ पर अवैध शस्त्र से फायर किया गया। त्वरित कार्रवाई करते हुए तुरंत से महिला को यहाँ से अस्पताल भेजा गया और शाहबाद से CSC से वहाँ पे उनको डिस्ट्रिक्ट हॉस्पिटल भेजा गया। दौरान इलाज उनकी वहाँ पे मृत्यु हो गई है। जो महिला का पति है अनूप, उनको मौके से ही गिरफ्तार कर लिया गया है और अवैध शस्त्र को बरामद कर लिया गया है। साथ ही साथ इसके अंदर जो लापरवाही महिला आरक्षी संजना राजपूत और जो आईओ हैं इस मुकदमे के विक्रांत चौधरी, उनके द्वारा जो लापरवाही की गई है उस क्रम में उन दोनों को सस्पेंड कर दिया गया है। साथ ही साथ इस पूरे घटनाक्रम की സംഭവത്തിൽ വനിതാ പോലീസുകാരി ഉൾപ്പെടെ 2 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്നാണ് SP പറയുന്നത്. പോലീസ് സ്റ്റേഷനിലെ സുരക്ഷാ വീഴ്ച അത് ഗുരുതരമാണെന്നാണ് SP കണ്ടെത്തൽ. എന്നാലും ഒരു കാമുകനോടെ ഒളിച്ചോടിപ്പോയ ഭാര്യ അവളെ പോലീസിന് പരാതി നൽകി പിടിപ്പിക്കുന്നു. പിടിച്ച ശേഷം കസ്റ്റഡിയിൽ ഇരിക്കെ തന്നെ അവളെ പോലീസുകാരുടെ മുന്നിൽ വെച്ച് തന്നെ വെടിവെച്ച് വീഴ്ത്തിയ ഭർത്താവ്. നമുക്ക് ചുറ്റും നടക്കുന്ന സംഭവങ്ങൾ സ്വാഭാവികമായും നമ്മളെ അമ്പരപ്പിക്കും, നമ്മളെ ഞെട്ടിക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.